സമൂഹത്തിലുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അവരുടെ നിരവധിയായ പ്രശ്നങ്ങൾ വിവിധ സർക്കാർ ഓഫീസുകളിൽ ചിലപ്പോൾ സാങ്കേതികത്വത്തിന്റെ പേരിലെല്ലാം അവർക്ക് പരിഹാരം കാണാതെ കിടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി നടത്തുന്ന ഈ ജനസമ്പർക്ക പരിപാടി എത്ര കണ്ടാണ് സാധാരണക്കാരുടെ പരാതി പരിഹരിക്കാൻ സാധിക്കുന്നതെന്ന് അതിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ അനവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും പരിഹരിക്കാൻ സാധിക്കാത്തത് ഇന്നിന്ന കാരണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ ഗവൺമെന്റ് ഉത്തരവുകളും ചട്ടങ്ങളിലുള്ള ഭേദഗതികളും വരുത്താൻ ഗവൺമെന്റ് സാധിച്ചത് ഇത്തരത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളുമായി അവരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്ക് സംവദിക്കാൻ സാധിച്ചപ്പോഴാണ്. ഇവിടെയും ഈ വർഷവും നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ കാണുന്നത് ഇപ്പോൾ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി പട്ടയം ലഭിക്കാത്ത 250ഓളം കുടുംബങ്ങൾ, ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു നഗരപ്രദേശത്ത് 250ഓളം വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയും പ്രത്യേകതയും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എത്തരത്തിലാണ് ഒരു ഗവൺമെന്റ് ചലനാത്മകമാണ് എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. ആ നിലയിലാണ് നമുക്ക് ഈ പ്രവർത്തനത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. അതിലൂടെ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്.